നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ കാലത്തവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരുശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ സൈന്യത്തിനു മുമ്പാകെ അവയെ നിരത്തിവയ്ക്കും. ആരും അവയെ പെറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല. അവ നിലത്തിന് വളമായിത്തീരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർക്ക് തന്നെ ജീവനെ അല്ല മരണത്തെ തിരഞ്ഞെടുക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരുശലേമിലെ ഈ ജനമോ ഇടവിടാതെ പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിരപ്പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു. കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായമറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ളയെഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും. അവരൊക്കെയും ആബാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവരൊക്കെയും ലജ്ജിച്ചില്ല, നാണം അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദയെ പ്രവാസത്തിലേക്ക് ഉപേക്ഷിക്കത്തക്ക നിലയിൽ ദൈവത്തെ കോപിപ്പിച്ച കാര്യമാണ് ആദ്യവാക്യങ്ങൾ. അവർ യഹൂദ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും യെരുശലേം നിവാസികളുടെയും അസ്ഥികളെ ശവക്കുഴി മാന്തി പെറുക്കിയെടുത്ത് ഇപ്പോൾ അവർ നമസ്കരിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നിവേദ്യമായി പൊതുസ്ഥലത്ത് നിരത്തിവെച്ചു. അതുകൊണ്ട് ദൈവം അവരെ യഹൂദയിൽ നിന്ന് അടിച്ചിറക്കാൻ പോവുകയാണ്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അവർ ചെയ്ത ഹീനകാര്യത്തെക്കുറിച്ച് യാതൊരു അനുതാപവും അവർക്കുണ്ടായില്ല എന്നാണ്. ഒരുവൻ വീണാൽ എഴുന്നേൽക്കും, വഴിതെറ്റുന്നവൻ മടങ്ങി വരും. കൊക്ക്, പെരിഞ്ഞാറ, മീവൽപക്ഷി തുടങ്ങിയ ദേശാടന പക്ഷികൾക്ക് മടങ്ങിവരവിൻ്റെ കാലമറിയാം. എന്നാൽ യഹൂദ പാപങ്ങളിൽ നിന്ന് പിന്മാറുകയല്ല, ഒന്നിനൊന്ന് മുന്നേറുകയാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇതൊന്നും പാപങ്ങളല്ല എന്ന രീതിയിലുള്ള എഴുത്തുകളായിരുന്നു കള്ള എഴുത്തുകാരായ
അക്കാലത്തെ ശാസ്ത്രിമാർക്ക് ഉണ്ടായിരുന്നത്. തന്മൂലം അവരുടെ ഭാര്യമാർ മറ്റുള്ളവർക്കായും അവരുടെ വാസസ്ഥലങ്ങൾ മറ്റുള്ളവർക്കായും മാറും എന്നാണ്. 11-ാം വാക്യം, തങ്ങൾക്ക് സമാധാനം ഇല്ലാതിരിക്കെ അവർ മറ്റുള്ളവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ജനത്തിൻ്റെ പുത്രിയുടെ ആത്മീയ മുറിവിന് അതിനാൽ സൗഖ്യമുണ്ടാകുന്നില്ല. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, മ്ലേച്ഛത പ്രവർത്തിക്കുന്ന യഹൂദ നേതാക്കൾക്ക് ദൈവം ക്ഷാമം വരുത്തും. അവരെ സർപ്പങ്ങളെ കൊണ്ട് ഉപദ്രവിക്കും. അത് കണ്ടു പഠിക്കാത്ത അവർ ശത്രുക്കളാൽ പിടിക്കപ്പെടും. ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവർ നശിക്കാനിടയാകും. 18 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, അവർ ദൂരദേശത്ത് ചെന്ന് നശിക്കാനിടയാകും. യിരെമ്യാവ് അത് നിമിത്തം നിലവിളിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യരുത്, ഞാൻ അവരോട് ക്ഷമിക്കുകയില്ല. പക്ഷേ യിരെമ്യാവ് അവരെ ഓർത്ത് ദൈവത്തോട് കരയുകയാണ്. ദൈവമേ ക്ഷമിക്കണമേ എന്ന് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ കള്ള അപ്പോസ്തലന്മാരുടെയും കള്ളശാസ്ത്രിമാരുടെയും വാക്ക് കേട്ട് നമുക്കൊരു ന്യായവിധിയോ നമുക്കൊരു ബാധയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ശിക്ഷയോ ഉണ്ടാവുകയില്ല. ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കും. ദൈവം നമ്മുടെ തെറ്റുകളെ കാണുകയില്ല. കാരണം ദൈവമക്കളല്ലേ നമ്മൾ എന്നാണ് അവർ ഉപദേശിച്ചിരുന്നത്. പക്ഷേ പാപം എവിടെ കണ്ടാലും ദൈവം ശിക്ഷിക്കും. പാപം തൻ്റെ ഏകജാതനായ പുത്രനിൽ കണ്ടപ്പോൾ, കുരിശിൽ കാൽവറിയിൽ കണ്ടപ്പോൾ പിതാവ് കരുണ കൂടാതെ ശിക്ഷിച്ചു. അത് നമ്മുടെ പാപമാണ്. നമ്മുടെ പാപത്തെ യേശു ചുമന്നതാണ്. പക്ഷേ പാപം എവിടെ കണ്ടാലും ദൈവം ശിക്ഷിക്കും. അത് പാപികളിൽ കണ്ടാൽ ശിക്ഷിക്കും, ദൈവമക്കളിൽ കണ്ടാലും ശിക്ഷിക്കും. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. അതിന് ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.